പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഇതുപോലെ എൻ്റെ എക്സ്പെക്റ്റേഷനെ ഇല്ലാതാക്കിയ ഒരു കത്തിച്ചാണോ അതോ കത്തിപ്പോയാണോ എന്നറിയില്ല. അങ്ങനെ ഇലവീഴ പൂഞ്ചിറ എന്നുള്ള സൂക്കേടങ്ങ് തീർന്നു. ചിരിച്ചോ. ആ ചിരിച്ചപ്പോൾ അറിഞ്ഞില്ലല്ലോ പുറകെ വരുന്ന വള്ളിയൊക്കെ എന്താണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ പോകാൻ പ്ലാൻ ചെയ്തതാണേ. ആക്ച്വലി ഞങ്ങൾ കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു, ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഇന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 9:10 ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇത് അവിടെയൊക്കെ പോകുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറച്ച് രാവിലെ അല്ലെങ്കിൽ വെയിൽ താന്നിട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ല ഓപ്ഷൻ. കാരണം അല്ലെങ്കിൽ ഉച്ചയിൽ വെയിലടിക്കും. ഞങ്ങൾ എന്തായാലും പോയത് ചെന്നപ്പോഴത്തേനും ഉച്ചയിൽ വെയിലടിക്കുന്ന സമയമായിരുന്നു. അവിടെ ഇതേ ഒരു നല്ലൊരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി. എന്നിട്ട് ഞങ്ങൾ മെയിൻ റൂട്ട് പോകാതെ എളുപ്പ വഴിയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ മൂടുവഴിയൊക്കെ കയറിയാണ് പോയത്. അങ്ങനെ പോയി ഗൈസ്, വണ്ടി കരഞ്ഞു പോയി. അതുപോലെ കയറ്റമൊക്കെ ആയിരുന്നു. എന്തായാലും ഒരു വിധത്തിൽ അത് എത്തുന്ന ആ സ്ഥലത്ത് വരെ എത്തി. ഈ ഒരു പണ്ടിലോറ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ സൈഡ് മാറി കൊടുത്തു, അല്ലെങ്കിൽ വെറുതെ എന്തിനാ വഴി മുടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കലല്ല മറ്റേ ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോവുകയാണ്. ഇതവിടെ കണ്ടോ, ഇലവീഴ പൂഞ്ചിറ. നമുക്ക് അവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട്. ആ 5 കിലോമീറ്റർ ഇങ്ങനെ കയറ്റുമൊക്കെ വളവൊക്കെ നമ്മൾ ഈ ഇടുക്കിയിലൊക്കെ പോകുന്ന ഒരു വൈബില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെയൊക്കെ പോകുന്നതൊക്കെ കാണും, വളച്ചൊക്കെ പോകുന്നതൊക്കെ കാണണം. അയ്യോ, ആ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരുന്നു. അവിടെ പോയിട്ട് ബാക്കി കാണാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇങ്ങനെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണോ അവിടെ ചെന്ന്. സിനിമയിലൊക്കെ കണ്ടോ, മറ്റേ ഇലവീഴ പൂഞ്ചിറ മൂവിയില്ലേ സൗബിൻ്റെ, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച അവിടെ അങ്ങനെ ആയിരിക്കും. മഞ്ഞ്, തണുപ്പ്, ഈ പച്ചപ്പ്, ഹരിതാഭവും നിറഞ്ഞ ഇതിൽ വഴിയിലൂടെ നമുക്ക് മുകളിലേക്ക് കയറി പോകാം എന്നൊക്കെ പറഞ്ഞാണ് ആ സന്തോഷമൊക്കെ കണ്ട ആ മുഖത്തെ. ഞങ്ങളുടെ ഇവിടുന്ന് 104 കിലോമീറ്റർ ഉണ്ട് ഇലവീഴ പൂഞ്ചിറ വരെ. ഞങ്ങൾ ചെങ്ങന്നൂർ, തിരുവല്ല ആ റൂട്ടാണ് പോയത്. അതിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പത്തനംതിട്ട ഞങ്ങൾ തിരിച്ചു വന്നത് ആ റൂട്ടായിരുന്നു. അതാണെന്ന് തോന്നുന്നു ബെസ്റ്റ്. നല്ല റോഡുമാണ്, പെട്ടെന്ന് വരികയും ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ട്രിപ്പോടെ എനിക്ക് മനസ്സിലായി, ഇതിലും ഗതികെട്ടവൻ വേറെ ആരും കാണില്ല. ഞങ്ങൾ വേറൊരു കാര്യത്തിനൂടെയാണ് വന്നത്. ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ആ മഞ്ഞിൻ്റെയൊക്കെ ആ പച്ചപ്പിൻ്റെ ഇടയിൽ നിന്ന് കേക്ക് കട്ട് ചെയ്ത് മെമ്മറബിൾ ആക്കാൻ വേണ്ടി പോയതാണ് ഗൈസ്. എന്തായാലും അവസാനം പവനായി ശവമായി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും വരാനുള്ളത് എങ്ങനെയായാലും വണ്ടി വിളിച്ചായാലും വരുമല്ലോ. അല്ല, വണ്ടി വിളിച്ച് വന്നതല്ല, വണ്ടി വിളിച്ച് നമ്മൾ പോയി മേടിക്കുമല്ലോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറേ വളവും തിരിവിനും ശേഷം നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്തുകയാണ്. ആദ്യം അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ചെറിയൊരു വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പൊക്കെ അടിച്ച്, നമുക്ക് അത്ര അറിയില്ല. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതേ ആ കണ്ടല്ലോ, ആ മലയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ ഇലവീഴ പൂഞ്ചിറയുടെ ഒരു ലേക്കുണ്ട്. വലിയ ഭംഗിയൊന്നും ഇല്ല. ഇനി എനിക്കറിയില്ല, ഞാൻ മനസ്സ് മടുപ്പിക്കുകയല്ല ആരുടെയും. അവിടെ ചെല്ലുമ്പോൾ എനിക്കൊന്ന് ആ പോച്ചയൊക്കെ കത്തിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ ഭംഗിയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ മൊത്തം ഒരുപാട് വണ്ടിയുണ്ട്. ഒരുപാട് ആൾക്കാരിങ്ങനെ കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ചെന്നു. കാരണം ക്രിസ്മസ് വെക്കേഷൻ ടൈമല്ലേ, അപ്പോൾ ഒരുപാട് ആൾക്കാർ കുട്ടികളെയൊക്കെ ആയിട്ട് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് കയറ്റി വിടില്ല. അവിടുന്ന് ജീപ്പുണ്ട്. പ്രൈവറ്റ് വെഹിക്കിൾസ് കയറാനും പാടാണ്. കുറച്ച് ഇത് റോഡായിട്ടൊന്നും ഇല്ലല്ലോ, മലയുടെ മണ്ടയ്ക്കൂടല്ലേ. അപ്പോൾ അവിടെ ജീപ്പുകളുണ്ട്. അപ്പോൾ ആ ജീപ്പിൽ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ ആ വെയിലത്ത് വന്നുകൊണ്ട് ഇച്ചിരി ടയേർഡായി. അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് അപ്പോഴും മനസ്സിൽ ഭയങ്കര ഇലവീഴ പൂഞ്ചിറ ഹൈ എക്സ്പെക്റ്റേഷനാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത് എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇതിങ്ങനെ കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു തുടക്കം അങ്ങോട്ട് കയറുമല്ലയോ, മേളിലോട്ട് ചെല്ലട്ടെ, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആൾക്കാരൊക്കെ കുടയൊക്കെ ചൂടിയൊക്കെയാണ് വരുന്നത്. എന്നാലും വെയിലൊന്നും പ്രശ്നമേ അല്ല. പിന്നെ ഈ ജീപ്പിൽ കൊണ്ടുവിടും. ജീപ്പിൽ 1000 രൂപയാണ്.
അതിനകത്ത് നിറച്ച് ആൾക്കാർ വരുന്നത് വരെ അവരവിടെ വെയിറ്റും ചെയ്യുമെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ പ്രൈവറ്റായിട്ട് അല്ല, നമുക്ക് ഇത്ര പേർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ ആ 1000 രൂപ കൊടുത്താൽ മതി. ഈ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജീപ്പ് വരുമ്പോൾ നമുക്ക് പേടി വരും. കാരണം അതിലേക്കൂടെ ഓടിക്കാൻ കുറച്ച് റിസ്ക്കാണ്. പിന്നെ 1000 രൂപ അവിടെ അവർ ചോദിക്കുന്നത് അത്ര ഭയങ്കര റേറ്റൊന്നുമല്ല. കാരണം അത്രയ്ക്കുണ്ട്. ഓടിച്ച് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള. അവിടെയാണ് മറ്റേ സാധനമൊക്കെ ഷൂട്ട് ചെയ്തത്. ഇലവീഴ പൂഞ്ചിറ മൂവി. ഇതൊക്കെ ആ പച്ചപ്പൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പോയതാണ് ഗൈസ്. സൗബിനൊക്കെ ഇവിടെ നിൽക്കുന്ന കുറേ സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് അവിടെ ചെല്ലുമ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഇതുപോലെ എൻ്റെ എക്സ്പെക്റ്റേഷനെ ഇല്ലാതാക്കിയ ഒരു സ്ഥലം ഇത് ആദ്യമായിട്ടായിരിക്കും. അവിടുത്തെ ആ കൊച്ചാട്ടനൊക്കെ തലയിൽ കൂടെ മറ്റേ ടവലൊക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അമ്മാതിരി വെയിൽ. എന്നിട്ട് കണ്ടില്ലേ, നിറച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ നിറച്ച ആൾക്കാർ. ഇവരും അറിയാതെ വന്ന് പോയതായിരിക്കാം, നമ്മളും വന്ന പോലെ വന്നതായിരിക്കാം. ഇനി അറിയില്ല ഇവരെന്തുകൊണ്ടാണ് ഇതൊക്കെ കത്തിച്ചയാണോ അതോ കത്തിപ്പോയാണോ എന്നറിയില്ല. മേ ബി കത്തിച്ചയായിരിക്കും. കാരണം ഇത്രയും ഉണക്ക് വരുന്നത് കൊണ്ട് ചെറിയ എവിടെയെങ്കിലും ഒരു ചെറിയ തീ വല്ലതും വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആളി കത്തുന്നതുകൊണ്ട് ആരെങ്കിലും നിർത്തി ചിലപ്പോൾ അത് കത്തിച്ചതാവാനാണ് സാധ്യത. ഇതിനകത്താണ് ഗൈസ് മറ്റേ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തില്ലേ. എന്നിട്ട് അവിടെയൊക്കെ കുറേ നേരമൊക്കെ നിന്ന്, എന്തായാലും വന്നതല്ലേ, നഷ്ടം. ഇച്ചിരി നേരം വന്ന് ഒന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് കുറച്ച് നേരമൊക്കെ നിന്നു. എന്നാലും അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റിയില്ല. കാരണം അതുപോലെ വെയിലാണ്, ഭയങ്കര വെയിൽ. എനിക്ക് തോന്നുന്നു ഇനിയും കുഴപ്പമില്ല, വൈകിട്ടോ അല്ലെങ്കിൽ വെളുപ്പിനെയൊക്കെ പോയാൽ ചെറിയ തണുപ്പൊക്കെ കാണുമായിരിക്കും. എന്നാലും അങ്ങനെ ഇലവീഴ പൂഞ്ചിറ എന്നുള്ള സൂക്കേടങ്ങ് തീർന്നു. ഡിസംബർ ജാനുവരി ഒക്കെ എന്ന് പറയുന്നത് കുറച്ച് വിൻ്റർ സീസൺ, ആ ഒരു തണുപ്പിൻ്റെയൊക്കെ സമയമാണെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഈ ടൈമിലൊക്കെ പോകുന്നവരെന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് വെറും നഷ്ടമായിരിക്കും. നിങ്ങൾ പിന്നെ ഇവിടെ പോകത്തേയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ടൊക്കെ പോകാവൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇലവീഴ പൂഞ്ചിറ ഇത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം. എല്ലാം അങ്ങ് ശരിയായാലോ.